മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് മുന്നേ നമുക്കൊരു യൂണിറ്റ് എക്സാം എഴുതി നോക്കാം. നമുക്ക് പരീക്ഷയ്ക്ക് 3 ചാപ്റ്ററുകളാണുള്ളത്. ആ 3 ചാപ്റ്ററിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇതാ നോക്കിക്കോളൂ. ഞാൻ പറയുന്ന ഓരോ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് 25ൽ 25 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ യാതൊരു പേടിയും കൂടാതെ ധൈര്യമായിട്ട് എക്സാമിന് പോയിക്കോളൂ. പക്ഷെ വീണ്ടും കുറെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ലൈവ് ക്ലാസ് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് എന്ത് വളരെ ഈസി ആയിട്ട് മാറും. അപ്പോൾ വരുന്ന പരീക്ഷ എല്ലാം അടിപൊളിയായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ഒരു സൈലത്തിന്റെ നമ്മളുടെ സ്പെഷ്യൽ ഒരു യൂണിറ്റ് എക്സാം നമ്മൾ എഴുതാൻ പോകണം. നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡി, നിങ്ങൾ റെഡിയോ? അങ്ങനെയൊക്കെ മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഈ ചോദ്യത്തിലേക്ക് നിങ്ങൾ ആവാഹിച്ചെടുക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പരീക്ഷയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു എക്സാമിനെ കുറിച്ച് പറയട്ടെ. അതായത് അടുത്ത മാസം നമുക്ക് സെപ്റ്റംബർ 13 നമുക്ക് സൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിപൊളി സ്കൂളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു നെക്സ്റ്റ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിയ സൗജന്യമായിട്ട് സൈലം സ്കൂളുകളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം, ഒന്നാമത്തെ ചോദ്യം കണ്ടാൽ ഒരു തവണ വായിച്ചു നോക്കുക. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ, കേൾക്കട്ടെ കാണട്ടെ. ക്വസ്റ്റ്യൻ വായിക്കുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത്? നമുക്ക് കേൾക്കാൻ പറ്റുന്ന ആ ഓഡിബിലിറ്റി ലിമിറ്റ് ക്വാളിറ്റി നിങ്ങൾക്കറിയാം. എത്രയാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്? 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ്. 20 ഹെർട്സിന് താഴെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇൻഫ്രാസോണിക് എന്ന് പറയും. അതിന്റെ മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അൾട്രാസോണിക്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തന്നിരിക്കുന്ന ചോദ്യത്തില് ഈ പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ച്. 5 ഹെർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 20 ഹെർട്സിന് താഴെയാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമുക്ക് കേൾക്കാൻ കഴിയില്ല അല്ലെ? ആദ്യത്തെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് 2000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിന്റെ ഇടയിൽ പെട്ടുന്ന ഒരു സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2000 കേൾക്കാൻ പറ്റും. ഇനി 20 ഇവിടെ എന്താണ്? 200 കിലോ ഹെർട്സ്. 200 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു എത്ര വരും? 1000 വരും. അപ്പൊ എത്ര കിട്ടി? 1, 10, 100, 1000, 10000, ലക്ഷം. 2 ലക്ഷം സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ഏതാണ്? അൾട്രാസോണിക് ആണ്. അപ്പൊ ഇതും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇനി 50 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 1000, അതായത് എത്ര കിട്ടി? 50000. 50000 നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ബൗണ്ടറി എത്ര? 20 കിലോ ഹെർട്സ്, 20000 ഹെർട്സ്. ആ 20000 ഹെർട്സ് എത്തുമ്പോഴേക്കും നമുക്ക് ശരിക്കും കേൾക്കാൻ കഴിയില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തേക്ക്. ആദ്യത്തെ ചോദ്യം സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണല്ലോ. സെറ്റ് മാറുതോ? സെറ്റ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്താണ്? ഒരു ഊഞ്ഞാൽ അതിന്റെ മധ്യസ്ഥാനത്ത് നിന്ന് 30 സെന്റിമീറ്റർ ഇടത്തോട്ടും 30 സെന്റിമീറ്റർ വലത്തോട്ടും നീങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഊഞ്ഞാലിന്റെ എന്ത് കാണണം? ഈ ആംപ്ലിറ്റ്യൂഡ് കാണണം. ഒരു ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നു. 30 സെന്റിമീറ്റർ ലെഫ്റ്റ്, 30 സെന്റിമീറ്റർ എന്ത് റൈറ്റിലേക്കും വന്നു. അങ്ങനെയെങ്കിൽ ഇതായിരിക്കും അതിന്റെ എന്ത്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എത്ര കിട്ടി? 30 സെന്റിമീറ്റർ തന്നെ. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സിമ്പിൾ ആണ് അല്ലേ? പക്ഷെ സിമ്പിൾ ആയതാണ് പലപ്പോഴും നിങ്ങൾ തെറ്റിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളെ കാണും. ശ്രദ്ധിക്കുക, 2 മാർക്ക് കിട്ടിയല്ലോ അല്ലേ? ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം ഒരു മാധ്യമത്തിലൂടെ പ്രേഷണം ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്ന ഡാഷ്. സൗണ്ട്, ശബ്ദം എന്ത് ചെയ്യുന്നു അല്ലേ? വെൻ ദ സൗണ്ട് പാസ് ത്രൂ എ മീഡിയം ഡാഷ് ട്രാവൽ. അപ്പൊ എന്താണ്? ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം. അതിലെ കണികകളാണോ കമ്പനം അല്ലെങ്കിൽ തരംഗം സഞ്ചരിക്കുന്നത്, പ്രേഷണം ചെയ്യുന്നത്? തരംഗമാണോ, ശബ്ദ സ്രോതസ്സാണോ, മാധ്യമമാണോ? ദ വേവ് ആണോ, സോഴ്സ് ഓഫ് സൗണ്ട് ആണോ, അതോ മീഡിയം ആണോ? ആരാണ് സഞ്ചരിക്കുന്നു പറഞ്ഞു? ഞാനിപ്പോൾ ഇവിടുന്ന് പറയുമ്പോൾ ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നു. എന്താ കാരണം? ഇതിലൂടെ തരംഗമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ സഞ്ചരിക്കുന്നത് ആരാണ്? തരംഗം. ദ വേവ് ആണെന്ന് ഓർത്തേക്ക്. ഏതാണ്? വേവ് ഓർത്തേക്ക്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഓരോ ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റിന്റെ ഒരു പാറ്റേണിൽ തന്നെ മാറ്റേണ്ട. ഓരോ മാർക്കിന്റെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് എക്സാം എന്തായാലും നിങ്ങൾ എഴുതി വെക്കണം. ഇനി അടുത്തൊരു ചോദ്യം എന്താണ്? വിച്ച് ഈസ് ദ കറക്റ്റ് അബൌട്ട് ദ വേവ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലേ? അതായത് കൊടുത്തിട്ടുള്ള സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തരംഗത്തെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യാണ്? കുറച്ച് പോയിന്റുകൾ തന്നിട്ട് അതിൽ ശരിയായത് ഏതെന്നാണ്? ഒന്നാമത്തെ പോയിന്റ്, ഫ്രീക്വൻസി ഡിക്രീസ്. ഫ്രീക്വൻസി കുറയുന്നു. ആസ് ദ വേവ് ലെങ്ത് ഇൻക്രീസ്. അത് ശരിയാണല്ലോ, അതിലൊരു കൺഫ്യൂഷനും വേണ്ട. എടാ മോനെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത നോക്ക് എന്താണ്? ആസ് ദ വേവ് ലെങ്ത് ഇൻക്രീസ്
ഫ്രീക്വൻസി ആൾസോ ഇൻക്രീസ്, വേവ് ലെങ്ത് കൂടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യോ? ഇല്ല, പൊട്ട തെറ്റല്ലേ. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ആസ് ദ വേവ് ലെങ്ത് ഇൻക്രീസ് ദ ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ്. നോ, ഓട്ടത്തെറ്റ്, തെറ്റാണ് അല്ലേ. ചേഞ്ച് ചെയ്യും, എന്തായാലും ചേഞ്ച് ചെയ്യും. ഇനി ആസ് ദ വേവ് ലെങ്ത് ഡിക്രീസ് ദ ഫ്രീക്വൻസി ആൾസോ ഡിക്രീസ്. വേവ് ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി കുറയോ മക്കളെ? ഇല്ല. അപ്പൊ രണ്ട് വിപരീത അനുപാതം, ഒന്ന് കൂടുമ്പോൾ അടുത്ത കുറയുന്നു. അപ്പൊ ഏതാന്ന് മനസ്സിലായല്ലേ. ഇനി അടുത്ത നമുക്കൊരു പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത്. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത ഇപ്രാവശ്യം ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമാണിത്. ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. ഏത് രൂപത്തിൽ വന്നാലും നിങ്ങൾ സെറ്റാക്കും. കാരണം നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണണം. ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലം 10 ദോലനങ്ങൾക്ക് 40 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിന്റെ പീരീഡ് എത്രയായിരിക്കും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പെൻഡുലവുമായി അനുനാദത്തിലാവുന്ന, റെസനൻസ് ആവുന്ന മറ്റൊരു പെൻഡുലത്തിന്റെ ആവൃത്തി എത്രയാണ്? അപ്പൊ ഫ്രീക്വൻസിയാണ് അവിടെ കണ്ടത്. റെസനൻസ് എന്ന് കണ്ടാലും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അത് ഫ്രീക്വൻസിയാണ്. റെസനൻസ് എന്ന് കേട്ടാലും എന്താണ് കണ്ടത്? ഫ്രീക്വൻസിയാണ് കണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. പീരീഡ് കണ്ടെത്തുക. പീരീഡ് കണ്ടെത്താൻ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ടി ബൈ എൻ. സ്മോൾ ലെറ്റർ ടി എന്ന് പറഞ്ഞാൽ 40 സെക്കൻഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. 0 ക്യാൻസൽ ചെയ്തു 4 സെക്കൻഡ് എന്ന് കിട്ടി. ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി ഗൈസ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കാണണം. അപ്പൊ എഫ് ഈക്വൽ ടു എൻ ബൈ ടി. എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ദോലനം ബൈ ടൈം എന്ന് പറഞ്ഞാൽ 40 സെക്കൻഡ് ആണ്. ഈ 0 വെട്ടി 1/4 എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 0.25 ഹെഡ്സ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. ഇനി അടുത്തൊരു ചോദ്യം. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഇവിടെ ഉണ്ട്. മലയാളം മീഡിയം ആദ്യം പെട്ടെന്നൊന്ന് വായിക്കാം. എന്താണ് ചോദ്യം? എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ടൊന്ന് വായിക്കണം. ഒരു മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് നൽകുന്ന ഊർജം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ ഒന്നാണ് തരംഗചലനം അല്ലെ. ഒരു ഭാഗത്തുള്ള എനർജി മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യണം? സ്പ്രെഡ് ചെയ്യണം. അതിനെ നമ്മൾ എന്ത് പറയുക? വേവ് മോഷൻ എന്ന് പറയാം. അപ്പൊ അതിൽ പോയിന്റുകൾ തന്നിട്ടുണ്ട്. പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? രണ്ടാമത്തെ പോയിന്റ്, മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ്, താഴെ കൊടുത്തിരിക്കുന്ന തരംഗങ്ങളെ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളതും സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തതും തരം തിരിച്ചെഴുതുക. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഒന്ന് പെട്ടെന്നൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് കേൾക്കട്ടെ. എന്താണ് എന്താ ചോദ്യം? വിച്ച് ടൈപ്പ് ഓഫ് വേവ് നീഡ് ഫോർ മീഡിയം പ്രൊപ്പഗേഷൻ? അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏത് ടൈപ്പ് വേവിനാണ് മീഡിയം ആവശ്യമായിട്ടുള്ളത്. അതിന് നമ്മൾ എന്താ പറയുക? മെക്കാനിക്കൽ വേവ് ആണ്. അതായത് യാന്ത്രിക തരംഗം അല്ലെ. യാന്ത്രിക തരംഗങ്ങൾ, യാന്ത്രിക വേവ്സുകളാണ് അല്ലെ. യാന്ത്രിക തരംഗം നിർത്തിക്കാം. രണ്ടാമത്തെ പോയിന്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പെർപെൻഡിക്കുലർ എന്ന് കണ്ടാൽ ഓർത്തു വെക്കുക, അത് ഏതാണ്? അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഏതാണ്? ട്രാൻസ്വേഴ്സ് വേവ്. മലയാളം മീഡിയക്കാർ എന്ത് വേണം? അനുപ്രസ്ഥ തരംഗം. ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗം. പാർട്ടിക്കിൾ വൈബ്രേറ്റ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ എന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ക്ലാസിഫൈ ദ ഫോളോയിങ് വിച്ച് മീഡിയം പ്രൊപ്പഗേഷൻ ദോസ് വിച്ച് നോ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ. മീഡിയം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തൊക്കെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, കണ്ടെത്താൻ പറയാണ്, ക്ലാസിഫൈ ചെയ്യാൻ പറയാണ്. വേവ് ഫോംഡ് ഓൺ വാട്ടർ സർഫസ്. വാട്ടർ സർഫസിന് എന്ത് വേണം? മീഡിയം ആവശ്യമുണ്ട്. ഇത് മീഡിയം നീഡ് മീഡിയം അല്ലെങ്കിൽ റിക്വയർഡ് എന്ന് ഓർത്തിരിക്കുക. റേഡിയോ വേവ്സിന് മീഡിയം ആവശ്യമില്ല, ഓർത്തിരിക്കുന്നു. ഇനി ലൈറ്റ് വേവിന് മീഡിയം ആവശ്യമില്ല. സൗണ്ട് വേവിന് എന്ത് വേണം? മീഡിയം ആവശ്യമാണ്. അപ്പോ മീഡിയം ആവശ്യമായിട്ടുള്ള വേവുകളെ നമ്മൾ സാധാരണ പറയുന്ന പേരേതാണ്? മെക്കാനിക്കൽ വേവ്, യാന്ത്രിക തരംഗം. മീഡിയം ആവശ്യമില്ലാത്തതിനെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് ഇവിടെ ലൈറ്റ് വേവും അതേപോലെ തന്നെ റേഡിയോ വേവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ചോദ്യം സെറ്റാണ്, സെറ്റ് മാടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങനെയെങ്കിൽ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയവയുടെ ഫലമായി ഭൂപാളിയിലൂടെ, എർത്ത് ക്രസ്റ്റിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട, അതേതാണ്? സീസ്മിക് വേവ് ആണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട, അതേതാണ്? ഇങ്ങനെ കേട്ടാൽ എർത്ത് ക്രസ്റ്റിന്റെ മുകൾ ഭാഗത്തൂടെ ഒക്കെ പോകുന്ന ആ ഒരു എർത്ത് കേക്ക് അല്ലെങ്കിൽ വൻ സ്ഫോടനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന വേവ് ഏത് ചോദിച്ചാൽ അത് സീസ്മിക് തരംഗങ്ങൾ. ഇനി ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്ന സ്കെയിൽ ഏതാണ്? റിക്ടർ സ്കെയിലാണ്. ഏതാണ്? റിക്ടർ സ്കെയിൽ കൂടി ഓർത്തേക്ക്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആണ്, 2 മാർക്കിന്റെ ചെരിവ്. ഇനി അടുത്തൊരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനത്തെ ഒരു ചിത്രം, ഒരു സ്ലിംഗ് കണ്ടാൽ ആദ്യം നിങ്ങളെ മനസ്സിലേക്ക് എത്തേണ്ടത് അതൊരു ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ്. കാരണം 2 ഭാഗത്തും പ്രസ് ചെയ്തിട്ട് അവിടെ നേരെ സ്ലിംഗ് എടുത്തിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താൽ അത് ഇങ്ങനെ പോകുന്നെങ്കിൽ അത്
ട്രാൻസ്വേഴ്സുമായി മാറും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, രണ്ടഗ്രവും വലിച്ചിരിക്കുന്നു. ഒരു സ്ലിംഗ് സഞ്ചരിക്കുന്ന തരംഗരൂപമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ ദാ ഇവിടെ രണ്ടു ഭാഗത്ത് വലിച്ചു പിടിച്ചിട്ട് അവിടെ 2-3 ടേൺസ് മടക്കിയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു വേവ് ഇങ്ങനെ പോവും. അപ്പൊ ഇത് ഏതു തരത്തിലുള്ള തരംഗമാണ്, അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം. അപ്പൊ നോക്കുക, ഇവിടെ നോക്കുക, വിച്ച് ടൈപ്പ് ഓഫ് വേവ് പാറ്റേൺ ഇൻ ദിസ്, എന്താണ്, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്. നമുക്കറിയാം ഏത് തരത്തിലുള്ള തരംഗമാണ്, ഇതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഏതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്? മലയാളം മീഡിയക്കാർ എന്ത് പറയണം, അനുദൈർഘ്യ തരംഗം എന്ന് ഓർത്തേക്ക്. ഏതാണ് അനുദൈർഘ്യ തരംഗം എന്ന് ഓർത്തേക്ക്. പേരായിട്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? പാരലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് പാരലൽ എന്ന് ഓർത്ത് വയ്ക്കുക. സമാന്തരമായിട്ടാണ് കണികകൾ കമ്പനം ചെയ്യുന്ന ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതിന് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ആണ് തന്നിട്ടില്ല. ആ പ്രോബ്ലം നിങ്ങൾക്കൊരു പ്രോബ്ലമായി മാറാൻ പാടില്ല. നോക്കിക്കോളൂ, എന്താണ്, ഇഫ് 6 കംപ്രഷൻ, 6 കംപ്രഷനും 6 റെയർഫാക്ഷനും, അതായത് 6 മർദ്ദം കൂടിയ മേഖലയും 6 നീച്ച മർദ്ദ മേഖലയും, അങ്ങനെയാണെങ്കിൽ അവിടെ 6 വേവ് ഉണ്ട് എന്ന് അർത്ഥം. എത്ര വേവ് ഉണ്ട്? 6 വേവ് ഉണ്ട്. ഈ ഫോംഡ് ഇൻ എ സ്ലിംഗ് 2 സെക്കൻഡ്. അപ്പൊ 2 സെക്കൻഡ് കൊണ്ട് 6 വേവ് ഉണ്ടായി. അങ്ങനെയെങ്കിൽ എന്താണ് ഫ്രീക്വൻസി കാണുക. ഫ്രീക്വൻസി കാണാൻ സിമ്പിൾ അല്ലേ, F=n/t. n എന്ന് പറഞ്ഞാൽ 6, ടൈം എന്ന് പറഞ്ഞാൽ 2 തന്നു. അപ്പൊ 3 ഹെഡ്സ് കിട്ടി. തെറ്റാണല്ലോ അല്ലേ? അപ്പോൾ നോക്കുക, നമ്മളൊരു യൂണിറ്റ് എക്സാം ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരു തവണ കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുള്ളൂ. അടുത്ത വീണ്ടും നമുക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. 2 തരംഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള ഗ്രാഫിൽ O മുതൽ A വരെയുള്ള ഭാഗത്തിൽ ദൂരം 60 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 0.2 സെക്കൻഡ് ആണെങ്കിൽ ഈ 2 വേവും ഈ O മുതൽ A വരെ സഞ്ചരിക്കുന്നത് 60 മീറ്റർ ദൂരമാണ്. അതിനുവേണ്ട ടൈം 0.2 സെക്കൻഡ് ആണെങ്കിൽ ഓരോ തരംഗത്തിൻ്റെയും ഫ്രീക്വൻസി കാണുക. അതേപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി, തരംഗ പ്രവേഗം കൂടി എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുക. അതാണ് നമ്മളെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ അത് 60 മീറ്റർ തന്നിട്ടുണ്ട്, ടൈം 2 സെക്കൻഡ് തന്നിട്ടുണ്ട്. 2 വേവും ഓയിൽ നിന്ന് എയിലേക്കാണ് സഞ്ചരിക്കുന്നത്, തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം എന്താണ് കാണേണ്ടത്? ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ F=n/t. F=n/t. രണ്ടിൻ്റെയും ഫ്രീക്വൻസി കാണാൻ ഒരേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ F=n/t എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്. ഇതാ 1, 2, 3 വേവ് വന്നു ആദ്യത്തെ ചിത്രത്തിൽ. ടൈം എത്രയാണ്? 0.2 ആണ് തന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ ഇതിന്റെ ഫ്രീക്വൻസി കാണാൻ ഇതേപോലെ തന്നെയാണ്. n എന്ന് പറഞ്ഞാൽ 1, 2 വേവ് ഉള്ളൂ. പക്ഷെ ടൈം എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മക്കൾ അവിടെ ശ്രദ്ധിച്ചു, ഈ പോയിന്റ് ഒഴിവാക്കാൻ ഇവിടെ 10നെ കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ മുകളിലും ഒരു 10നെ കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെ 30/2 എന്ന് വരും. ഇവിടെ എന്ത് വരും? 30/2. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു 10 എന്നൊക്കെ കൊടുക്കുക. അപ്പൊ 30/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 15 ഹെഡ്സ് എന്ന് കിട്ടി. 0.2 2/0.2 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 2/0.2 ആണ്. ഈ 0.2 ഒഴിവാക്കാൻ ഇവിടെ ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ അവിടെ എത്ര വരും? 20/2 എന്ന് വരും. 20/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 10 ഹെഡ്സ് എന്ന് കിട്ടി. അപ്പൊ 2ന്റെ ആൻസർ കിട്ടിയാലോ? 10 ഹെഡ്സ്. അപ്പൊ നോക്കുക, 2ന്റെ ഫ്രീക്വൻസി കണ്ടു, ഒരേ ഇക്വേഷൻ. ഇവിടെ എത്ര വേവ് ഉണ്ട് നോക്കുക, ടൈമും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ദൂരം തന്ന എന്തിനാ? വെലോസിറ്റി ഒക്കെ കണ്ടെത്താൻ. അപ്പോൾ കമ്പയർ ദ വെലോസിറ്റി ഓഫ് ദീസ് വേവ്. 2 വേവും സഞ്ചരിക്കുന്ന ഒരേ ദൂരമാണ്, ഒരേ സമയമാണ്. അപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കുക, 2ന്റെയും വെലോസിറ്റി സെയിം ആണ്. അപ്പൊ സ്പീഡ് കാണാൻ ഇക്വേഷൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 മീറ്റർ ബൈ ടൈം എന്ന് പറഞ്ഞാൽ 0.2 സെക്കൻഡ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ താഴെ 10നെ കൊണ്ട് ഗുണിക്കുക, മുകളിലും 10നെ കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 600 എത്ര കിട്ടും? 2 എന്ന് വരും. 600നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 300 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഈ 2 തരംഗങ്ങളും ഈ 2 വേവും സഞ്ചരിക്കുന്നത് 60 മീറ്റർ ദൂരമാണ്. ഈ 2 വേവ്സിനും സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം 0.2 സെക്കൻഡ് ആണ്. അതുകൊണ്ട് അതിന്റെ സ്പീഡ്, 2ന്റെയും വെലോസിറ്റി എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും ഓർത്തേക്ക്. 2ന്റെ വെലോസിറ്റി എങ്ങനെയാണ്? സെയിം ആയിരിക്കും ഓർത്തേക്ക്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾസ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം. എന്താണ് ചോദ്യം? ശരിക്കും വായിക്കുക. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഇവിടെ ഉണ്ട്. ഞാൻ വായിച്ചുതരാം, നോക്കിക്കോളും. ഒരു ക്ലാസ് മുറിയിൽ 320 ഹെർട്സ് സ്വാഭാവിക നാച്ചുറൽ ഫ്രീക്വൻസിയുള്ള ഒരു മേശയും അതേ പരപ്പളവുള്ള അതേ വസ്തു കൊണ്ട് നിർമ്മിച്ച മറ്റൊരു മേശയുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ 2 മേശ ഉണ്ട് എന്ന് ഓർത്തേക്കുക. ആദ്യത്തെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, 320 ഹെർട്സ് ആവൃത്തിയുള്ള മേശയിൽ തട്ടിയാൽ 1 സെക്കൻഡിൽ മേശ എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുന്നു? 1 സെക്കൻഡിൽ മേശ എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും?
എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും? ഒരു കൺഫ്യൂഷനും വേണ്ട. അതിൻ്റെ ഫ്രീക്വൻസി എത്ര? 320 ഹെഡ്സ് ആണ്. അപ്പോൾ അത് എത്ര പ്രാവശ്യം കമ്പനം ചെയ്യുന്നു? 320 ഹെഡ്സ് തന്നെ. അതായത് 320 ടൈംസ് പെർ സെക്കൻഡ് എന്ന് ഓർത്തേക്ക്. അതിനെ നമ്മൾ ഹെഡ്സ് എന്ന് പറയാം. 320 ടൈംസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 320 പ്രാവശ്യം അത് വൈബ്രേറ്റ് ചെയ്യും. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം അമ്പാൻ. എന്താണ്? 256 ഹെഡ്സ് ആവൃത്തിയുള്ള 256 ഹെഡ്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിൻ്റെ തണ്ട് ഒന്നാമത്തെ മേശയിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇങ്ങോട്ട് അടിച്ചതിന് ശേഷം 256 ഹെഡ്സ് ഉള്ള ഒരു ഫ്രീക്വൻസിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു മേശയുടെ മുകൾ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ടേബിളും വൈബ്രേറ്റ് ചെയ്യും. ഇത് ഈ സ്റ്റെം എന്താണ്? ഇതിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റെം ഇതിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. എന്തായിരിക്കണം? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അതായത് മലയാളം മീഡിയക്കാർ എന്ത് പറയണം? പ്രണോദിത കമ്പനം. ഓർത്ത് വയ്ക്കുക. പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതേ ട്യൂണിംഗ് ഫോർക്ക്, അതായത് 256 ഹെഡ്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് രണ്ടാമത്തെ മേശയിൽ വെച്ചപ്പോൾ ആ മേശയിൽ നിന്ന് ശബ്ദം വളരെ ഉച്ചതയിൽ കേട്ടു, ഹൈ ആംപ്ലിറ്റ്യൂഡിൽ കേട്ടു എന്ന് ഓർത്ത് അങ്ങനെ കേട്ടാലോ അപ്പം തന്നെ അങ്ങോട്ട് എഴുതിക്കൊണ്ട് എന്താണ്? അത് റെസനൻസ് ആണ്. അല്ലെങ്കിൽ എന്താണ് പറയുക? അനുനാദത്തിലാവുന്നു. എന്താ പറയുക? റെസനൻസ് ആണ്, അനുനാദത്തിലാണ്. അപ്പോൾ റെസനൻസ് ആണ്, അനുനാദത്തിലാണ്. ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? വായുവിൽ 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ശബ്ദത്തിന്റെ തരംഗദൈർഘ്യം നമുക്ക് തന്നിട്ടുണ്ട് ഗൈസ്. എത്രയാണ് തന്നിട്ടുണ്ട്? അങ്ങനെയെങ്കിൽ ABCD 4 ചോദ്യങ്ങളാണ്. ഈ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ സ്പീഡും തന്നിട്ടുണ്ട്, മീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താൻ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ പറഞ്ഞ V is equal to F lambda. V is equal to എന്താണ്? F lambda. ഇവിടെ V എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. അപ്പൊ F equal to എന്ത് ചെയ്യും? V by lambda. F equal to എന്താണ്? V by lambda. V എന്ന് പറഞ്ഞാൽ 350 മീറ്റർ പെർ സെക്കൻഡ്. ലാംഡ എന്ന് പറഞ്ഞാൽ 70 മീറ്റർ. 0 വെട്ടിക്കളഞ്ഞു. അപ്പൊ 7 5 35. അപ്പൊ 5 ഹെഡ്സ്. ഫ്രീക്വൻസി 5 ഹെഡ്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കുക, ഈ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ? നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ആണത്. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി വെലോസിറ്റിയും തന്നിട്ടുണ്ട്, ലാംഡയും തന്നിട്ടുണ്ട്. നേരെ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. അപ്പൊ നോക്കുക, ക്യാൻ ദിസ് സൗണ്ട് ബി ഹിയർഡ് ബൈ ഹ്യൂമൻ? നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇത് ഇൻഫ്രാസോണിക് ആണ്. എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇത്തരം ശബ്ദം ഇത് മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല, നോ. കാരണം എന്താണ്? നമുക്ക് കേൾക്കുന്ന ഓഡിബിലിറ്റി ലിമിറ്റിന്റെ താഴെയാണ്, അല്ലെ? ബിലോ 20 ഹെഡ്സ് ആണ് വരുന്നത്. ഇനി ഇത്തരം ശബ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് നമ്മൾ എന്താ പറയാ? ഇൻഫ്രാസോണിക് എന്ന് പറയാം. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ശ്രവണ പരിധി എത്രയാണ് പരിധി? 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ്. ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഏതാണ്? ശ്രവണ പരിധിയേക്കാൾ കൂടുതലുള്ള ആവൃത്തിയുള്ള ശബ്ദം ഏത്? അത് നിങ്ങൾക്കറിയാം, അൾട്രാസോണിക് ആണ്. ഏതാണ്? അൾട്രാസോണിക്. മക്കളെ, ഇപ്പൊ നമ്മൾ 25 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്ത്. 25 നിങ്ങൾക്ക് എത്ര കിട്ടി? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് പോസ് അടിച്ചിട്ട് എന്തേ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മക്കളെ, നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഇനിയും നമുക്ക് ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യാണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൈവില് ഞാനും NK സാറും വരുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ലൈവുകൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഓരോ ലൈവുകളും കാണണം, ഓരോ കോണ്ടന്റ് വീഡിയോയും കാണണം. ഓരോ ഷോർട്ട് വീഡിയോയും കണ്ട് സെറ്റ് ആക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കൂളിലേക്ക് എക്സാം എഴുതാൻ പോകാം. അതിനുശേഷം ഓണത്തിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മളിവിടെ പുതിയൊരു ബാച്ചുകൾ ആരംഭിക്കുന്നു. അസ്ത്ര ബാച്ച് 3.0 അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ഓണാഘോഷവും അതേപോലെ തന്നെ സ്വാതന്ത്ര്യദിനൊക്കെ കൊണ്ട് ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? അതിൽ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീറ്റൊക്കെ ഉറപ്പിക്കുക. അടുത്ത പരീക്ഷകൾ നമുക്ക് അതിലേറെ സെറ്റാക്കി എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അസ്ത്ര ബാച്ചുകാർ ഇതൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അവരെല്ലാം സെറ്റാണ്, അവരെല്ലാം പെർഫെക്റ്റ് ആണ്. അതേപോലെ നിങ്ങളും പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാൻ പാടില്ല. അപ്പോൾ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള നിങ്ങൾ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്ത് ഷെയർ ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും കാണാൻ പറയുക, ഷോർട്ട് വീഡിയോ ഒക്കെ കാണാൻ പറയും. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ GPU, ഗോഡ് ബ്ലസ് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ പരീക്ഷയ്ക്ക് അടിപൊളിയാട്ടെ. ഞങ്ങളെല്ലാവരും നിങ്ങളൊപ്പം ഉണ്ട്.